തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽ പുര നവീകരണത്തിന്റെ ഭാഗമായി നടന്ന ഉത്തരം വയ്പ് ചടങ്ങ് ഭക്തി നിർഭരമായി. ഒന്നാം ഘട്ടമായി 4 ഗോപുരങ്ങളുടെയും ശ്രീകോവിലിന്റെയും നവീകരണത്തിന് ശേഷമാണ് ബലിക്കൽ പുരയുടെ നവഖണ്ഡങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി തീരുമാനിച്ചത്. ബലിക്കൽ പുരയുടെ ഉള്ളിലെ ഭാഗം പൂർണ്ണമായും ജീർണാവസ്ഥയിൽ കണ്ടതിനു പിന്നാലെ ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടെ ബലിക്കൽ പുര പൂർണ്ണമായും നവീകരിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിക്കുകയായിരുന്നു. നവഖണ്ഡ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്, നവീകരണ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അത് അഴിച്ചു മാറ്റിയപ്പോൾ ബലിക്കൽ പുരയുടെ മുഴുവനായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളാണ്. വിശ്വാസികളുടെ മനസ്സിൻ്റെ നന്മയും വിശ്വാസികളുടെ മനസ്സിൻ്റെ വലിപ്പവുമാണ് ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകുവാൻ പ്രചോദനവും ഊർജവും നൽകുന്നത്. അതിന് ഉതകുന്ന തരത്തിലുള്ള വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളെക്കുറിച്ചും അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ നിറഞ്ഞ മനസ്സിനെക്കുറിച്ചും അഭിമാനത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓർക്കുകയാണ്. ഏകദേശം 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരം വയ്പ് ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് നിർവഹിച്ചു. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PK ലീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.